കെട്ടിപ്പിടിക്കാനായി മീൻ കളഞ്ഞ അനക്ക് തണുക്കുമ്പോ ഇരിക്കുന്ന മീൻ. എന്താണ് പരിപാടി? ചെക്കിങ് അല്ലാണ്ട് എന്ത്? ഓ നിങ്ങളുടെ ആകെ നനഞ്ഞിട്ട്. മഴ പെയ്ത് ഏറ്റവും കേറിയില്ലേ. കോറോമ്പാടത്ത് നമ്മളും പിള്ളേരും കൂടെ ഒരു കലക്കിന്. എത്രയാ മീന്. എന്നിട്ട് ഏടെ കൊറേ ഞാൻ കൂടെ കൊണ്ടപ്പ അതൊക്കെ ആടെ തന്നെ ഒഴിവാക്കിന്ന്. ഇവൻ ആഫീസിലേക്കല്ലേ പോകുന്നത്. കൊണ്ടുപോയിട്ട് ഷാനു, നീ ആഫീസിലേക്കാണ് നേരെ പോകണ്ട. ഇവിടുന്ന് റൈറ്റ് തിരിഞ്ഞ് മണത്തറ കയറി ഹൈവേ വഴി പോയാൽ മതി. ആടെ ചാലക്കോര എന്തോ പരിപാടി നടക്കുന്നുണ്ട്. എന്തോ പരിപാടി? പാർട്ടി പരിപാടിയൊന്നുമല്ല, എന്തോ ഭജനോ ഭക്തിപ്രഭാഷണോ അങ്ങനെ എന്തോ. കമ്മിറ്റി വരാ. അതിന് നമ്മൾ 2 കിലോമീറ്റർ വളയണം. ഞാൻ നിങ്ങളുടെ സേഫ്റ്റിക്ക് വേണ്ടി പറഞ്ഞതാ. ഏതെങ്കിലും വിവരം കൊട്ടൊറ്റ ചൊറക്ക് വന്ന പണിയാവണ്ടല്ലോ. ചൊറക്ക് നമ്മ മോശമാണല്ലോ സുമേഷേ. നമ്മളോട് നിങ്ങളൊരു കാര്യം ചെയ്യ്, ഈടെയുള്ള ഈ തമിഴ് വണ്ടിക്കാരെ പൂട്ടുന്നു. അപ്പൊ നമ്മള് പൂട്ടണം. ചെല്ലി 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 ചെന്നങ്ങോട്ട് കേറി കൊടുക്ക്. എന്നിട്ട് അവസാനം പണിയുമ്പോ തന്നെയല്ലേ വരിക. എത്ര ഡയലോഗ് അടിച്ചാലും ഇറച്ചിമിൽ മണ്ണിട്ടുന്നവർക്കും പേടിയുണ്ട് എല്ലാവർക്കും. ഓന് പേടിയൊന്നുമില്ല, പക്ഷെ ഓന് കാര്യങ്ങൾ അറിയാം, സ്വന്തം അനുഭവം കൊണ്ട്. അത് ഞാൻ കേട്ടിന്. അത് വിട്ടോ. അപ്പൊ ശരി. അപ്പൊ ഓക്കെ മുത്തേ. ഇനി ഈടെ കിടക്ക. ഇത്രയും വൈകിയില്ലേ? ഇതെന്ത് വൈകല്? 11 മണിയായിട്ടില്ല. നീ കഴിച്ചിനാ? പച്ചക്കുരുമുളക് അരച്ച മീൻ കൂട്ടാണ്ട്. ഓ നമ്മ കഴിച്ചു നമ്മണേച്ചി. നന്ദി കേട്ടോ, എനക്ക് വിളമ്പിക്കമ്മ. എടാ ഈ അല്ലേ ഇപ്പൊ 5 പൊറോട്ടയും 2 ബീഫും കഴിച്ചിന്. ഈ കഴിക്കണ തടിമ കാണല്ലോ. ഈടുന്ന് കഴിച്ചില്ല, അമ്മയ്ക്ക് ഭയങ്കര വിഷമം, അതുകൊണ്ടാ. ആ ചെക്കനെ ഈടെ കിടന്ന പോരേനോ ഈ നെട്ടപ്പാതിരക്ക് മഴയത്ത്? ആ പാർട്ടി ഓഫീസിൽ ചെന്ന് ഒറ്റയ്ക്ക് കിടക്കണ്ടേ? ഓ അവന് സൽമാർ കിടന്ന പ്രശ്നം. അമ്മയ്ക്ക് വന്നേ. കുറച്ച് ചൂട് വെള്ളം ഉണ്ടോ അമ്മീ? ഈയാടാ സായനത്തരുടെ ബോർഡ് കൊണ്ട് മേള് വെച്ചിന്. എടാ നായിന്റെ മോന്റെ മോനെ, ഇന്നാണ് അതുകൊണ്ട് താഴെ ഗോഡൌണിൽ വെക്കാനല്ലേ പറഞ്ഞു. തരാൻ തന്നെ അളാപ്പാക്കാന്ന് ഫോൺ വെച്ചിട്ട് പോരുന്നായി ഇല്ലേ താലടിച്ചു പൊളിക്കും. വെറുതെ മനുഷ്യനെ ബേജാറാക്കാനായിട്ട്. കൊണ്ടുവാ പൊന്മയിലെ വേലപ്പനെ കൊണ്ടുവാ. ഇങ്ങോട്ടൊന്ന് വരുന്നുണ്ടോ? ഞാനിത് വിളിച്ചിട്ട് പോയി, എനിക്ക് വർക്ക് ഉണ്ടെന്ന്. കൊണ്ടുവാ പൊന്മയിലെ വേലപ്പനെ കൊണ്ടുവാ പൊന്മയിലെ, കൊണ്ടുവാ പൊന്മയിലെ വേലപ്പനെ കൊണ്ടുവാ പൊന്മയിലെ. മുരുകാ, നിനക്ക് തിരക്കുണ്ടെങ്കിൽ പൊയ്ക്കോ ഉണ്ണിയേ. ഒരു ചോറും കറിയും അല്ലേ, അത് അച്ഛൻ ഉണ്ടാക്കിക്കൊള്ളാം. നീ ഉണ്ണാൻ വരുമോ ഇല്ലേ അത് പറ. തിന്നാൻ വരുമെന്ന് ചോദിക്കച്ചാ. കേൾക്കുന്നവരെയായിരിക്കും നമ്മൾ മതം മാറി നമ്പൂരായിരുന്നു. മോനെ, നമ്പൂരി ഒരു മതമല്ല, ജാതിയാ. ജന്മം കൊണ്ടല്ല കർമ്മം കൊണ്ടാണ് ഒരാൾ ബ്രാഹ്മണനാകുന്നതെന്ന് ഹിസൈൻ അസബ്ദുള്ള സിനിമയില് നെടുമുടി വേണു പറഞ്ഞത് നീ കേട്ടിട്ടില്ലേ? ഇല്ലേ? ഓ
ഇങ്ങനത്തെ ഭർത്താനം പറയണ്ട അച്ഛാ. ഈ കേൾക്കുമ്പോൾ തന്നെ എന്തോ ഒരു മാതിരിയാന്ന്. എനിക്ക് കുറവാന്ന്. ഇതെന്ത് ഭാഷയെന്ന്. നീ ഉച്ചയ്ക്ക് ഉണ്ണാനുണ്ടാവോ ഇല്ലയോ അത് പറയാ. എനിക്കിന്ന് കാറ്ററിംഗ് ഉണ്ടെന്ന് പറയില്ല, ഞാൻ അവിടെ കഴിക്കൂ. അപ്പോൾ അരി ഒരു ഗ്ലാസ് മതി. ഏത് നേരം കണ്ണിക്കണ്ട അമ്പലവും കയറി നിരങ്ങി തലേൻ്റെ മൊത്തോളം പോയി കിടക്കാണ്. ഇന്നലെ എനിക്ക് എത്ര പാരം മീൻ കിട്ടിയതാ. നിങ്ങൾ പുരേ കയറ്റാൻ സമ്മതിക്കില്ലല്ലോ. അതില്ല, വിശേഷിച്ച് ഇവിടെ ഒരു ക്ഷേത്രം ഉള്ളപ്പോ. ക്ഷേത്രം ബാലവൻ കിടത്തുനിന്ന് ഫോട്ടോ വെട്ടി ഒട്ടിച്ചാ അതല്ലേ ക്ഷേത്രം? സാന്നിധ്യം ഉണ്ടേ. ഓ അച്ഛാ, സത്യമായിട്ട് ഞാൻ എൻ്റെ തല ചുമരുമ്പോ തല്ലി പൊളിക്കൂട്ടോ. ആ അല്ലങ്ങായി നീ റെഡിയായില്ലേ? ഹൈ, ഞാൻ ഈ നമ്പൂരി ഒന്ന് ഹെൽപ്പ് ചെയ്യായിരുന്നു എൻ്റെ കുട്ടിയെ. അത് പിന്നെ വേണ്ടേ ഒരു ചേട്ടാ. ഓ ഇതല്ല ജോറല്ലേ? അലോഹ്യൊന്നും ഇല്ല കുട്ടിയെ. കുഴപ്പമൊന്നും ഇല്ലാന്ന് അതിൻ്റെ സംസ്കൃതമാക്കാം. ഈ വാ പോവാം. അർത്ഥവത്തായ മഹാരക്തസാക്ഷ്യങ്ങളും വ്യക്തിനിഷ്ഠമായ അരുങ്കുലകളും ഒന്നല്ല. മനുഷ്യനെ മനുഷ്യൻ കൊല്ലുന്നതിൽ എന്ത് രാഷ്ട്രീയം, എന്ത് നീതിശാസ്ത്രം? വ്യക്തികളിൽ അടിഞ്ഞുകൂടുന്ന വെറുപ്പും പകയുമല്ലാതെ പ്രത്യയശാസ്ത്രങ്ങൾ അതിൻ്റെ പരിസരത്ത് പോലുമില്ല. പ്രസ്ഥാനങ്ങൾ എന്നിട്ടും ആക്രോശങ്ങൾക്കും ആർത്തനാദങ്ങൾക്കും കുടുംബങ്ങളിലെ കൂട്ടക്കരച്ചിലെടുക്കും ഇവിടെ തുടർച്ചയുണ്ടാകും. എടുക്കപ്പെടുന്നത് തിരിച്ചു വയ്ക്കാനാവാത്ത പ്രാണനാണ്. അനാഥമാകുന്നത് ജീവനറ്റവന് പ്രാണനായിരുന്ന കുടുംബങ്ങളാണ്.
നാട്ടിക്ക് ഒരു കുലുക്കി സർബത്ത്. ഒറ്റ മിനിറ്റ്. മൂപ്പരാ ഇവന്റിലെ മാനേജറും കുലുക്കിയുടെ മാസ്റ്ററും. ഇതിങ്ങനെ പ്രാക്ടീസ് ചെയ്ത് പഠിച്ചാണോ? ഓ ഇല്ലപ്പാ, അണ്ണാമല യൂണിവേഴ്സിറ്റിയിൽ ഇതിന്റെ 6 മാസത്തെ കോഴ്സ് ഉണ്ടായിരുന്നു. ഇതാ പോതാ ചതുക്കല്ലേ, പയ്യെ പിടിച്ചാൽ മതി. സംഭവം ഉണ്ട്. സംഭവം ഉഷാറായി. ആ എന്നാ ഉഷാറ് സാധനങ്ങൾ വേറെ ഉണ്ട്. കുടിച്ചിട്ട് വാ, നമ്മുടെ ഫുഡ് കൗണ്ടർ കാണിച്ചു തരാം. കാര്യങ്ങളൊക്കെ സെറ്റ് ആവുന്നുണ്ടോ? ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഇവരാണ് നമ്മളെ ഇവന്റിന്റെ ആൾക്കാർ. ഓ 12 മണിക്കാരാണ്. ഇതിന്റെ പെറ്റാച്ച, ഇത് മൂത്തുമ്മ, ഇത് അമ്മായി. ആ നിങ്ങളെ 3 പേരെ കണ്ടിട്ട് നല്ല മുഖപരിചയം തോന്നുന്നുണ്ട്. ശരി എന്നാ എന്തെങ്കിലും ആവശ്യം ഇവിടെ. സോറി കണ്ടില്ലപ്പാ, സോറി. കോപ്പിൽ പണിയോ? ആ ക്യാറ്ററിംഗാരനൊക്കെ സ്റ്റേജിൽ കയറുന്നു. നമ്മളൊന്നും കണ്ട ഒരു ഷൂ കാണിക്കാനായിട്ട് ഒരുത്തമാരും. ആ എക്സ്ക്യൂസ് മീ മാഡം, ഒരു ഇച്ചിരി കൂടെ അടുത്തേക്ക് നന്നായിരുന്നു. ഹലോ, എന്താന്ന് ഇവളുടെ അടുത്ത് പറയേണ്ട കാര്യമുണ്ടോ? എൻ്റെ അടുത്ത് അങ്ങോട്ട് നിൽക്കാൻ പറഞ്ഞാൽ പോരെ? അല്ലട്ടാ, ഈ ഫ്രെയിമില് എന്ത് ഫ്രെയിം? സിനിമയൊന്നും അല്ല എടുക്കുന്നത്. ഓക്കെ ഏട്ടാ, കുഴപ്പമില്ല. ഇറ്റ്സ് ഓൾ റൈറ്റ്. ഓൻ പോകുന്ന നേരത്തെ എന്താ തെറി പറഞ്ഞു? ആ തിണ്ടി പോകുന്ന നേരത്തെ എന്തോ തെറി പറഞ്ഞിട്ടല്ലേ പോയത്? കേട്ടില്ല? നീ കേട്ടില്ലേ? ഞാൻ കേട്ടല്ലോ. മതി, ഇമാതിരി പരിപാടിയൊക്കെ മതി. ഡാനി ഫ്ലാഷ് ഒഴിവാക്കി എടുത്തു. അല്ലല്ല, ഫോട്ടോ പരിപാടിയെ മതിയെന്നേ. എന്താ പിന്നെ നിങ്ങൾ പുറത്തെ പരിപാടി കവർ ചെയ്തു? വെറുതെ മാർഗത്തിരി കൂടാല. ചിക്കൻ 65. ഫുഡിൽ മൊത്തത്തിലൊരു മണ്ണെണ്ണച്ചൂരില്ലേ? ഇല്ല, മണ്ണെണ്ണന്റെ മണം ഉണ്ട്. നല്ല പോലെ ഉണ്ട്. റിയലി ഫീൽ. ശരിക്കും ഇവിടെ വേറെ ആരും പറഞ്ഞില്ലല്ലോ. ആ നിന്റെ ഇല്ല. അപ്പൊ എനക്ക് മാത്രമാണ് പണി. എന്തൊക്കെയാ ചൈനീസിൽ മാത്രം കുറച്ച് സോസ് ഉപയോഗിച്ചിട്ടുണ്ട്, ബാക്കിയെല്ലാം ഫുൾ ഓർഗാനിക് ആണ്. ആ മണ്ണെണ്ണ ഓർഗാനിക് ആണോ? എനിക്ക് മതി. ഇതിലും മണ്ണെണ്ണ പെട്ടുണ്ട്. ഇവിടെ ആരും പറയാത്ത ഈലേടെ മണ്ണെണ്ണ എന്നെ വേണം. ഇതിലൊന്നുമില്ല. അത് ശരി, ഈ മണപ്പിച്ച എനിക്ക് കഴിക്കണ ആ ബെസ്റ്റ്. അപ്പൊ മണ്ണ പറയുമ്പോ ഞാൻ മണപ്പിച്ച കുറ്റം. എനിക്ക് എന്താ മാഷ പ്രാന്താ? നിക്കാഹും തക്കാരവും കഴിഞ്ഞ് പെണ്ണ് ചെക്കൻ്റെ കൂടെ പോകില്ല എന്ന് പറഞ്ഞ 4 ആള് കേട്ടാൽ അതിലൊരു ന്യായമില്ല മാഷേ. ആ ഇവരുടെ മോക്കുമല്ലോ മാനസിക പ്രശ്നം ഉണ്ടോ എന്ന് ചോദിക്ക്.
ചെക്കന് മാനസികണ്ട് എന്നാ വോള് പറയുന്നു. ഓള് പഠിച്ചത് MA സൈക്കോളജിയാ. ആ എന്നിട്ട് പ്രാക്ടീസ് ചെയ്യുന്നത് തേപ്പും. പോയില്ലേ എന്താണ് നിക്കാഹ് വഖഫ് രേഖപ്പെടുത്തിയിട്ടല്ലേ? ഇനി ഡൈവോഴ്സ് വേണമെങ്കിൽ പോലും ഈ യൂസഫ് തീരുമാനിക്കണം. ഞാൻ കോപ്പ് തീരുമാനിക്കും. എന്തേനു ഇന്ന് വന്ന കേറ്ററിംഗിന്റെ പൈസ സെറ്റിൽ ചെയ്യാന്ന് മാഷ് പറഞ്ഞിന്. എന്തെന്ന്? കേറ്ററിംഗിന്റെ പൈസക്ക് വന്നു. 10ന്റെ പൈസ കൊടുക്കരുത്. കംപ്ലീറ്റ് ഉടായിപ്പാ. എന്തുടായിപ്പൊക്കെ ഒന്നുമില്ല, ഈ പോയിട്ട് വൈകുന്നേരം വാ. പൈസ ഇറങ്ങി വൈകുന്നേരം മതി. മൂപ്പരെന്തിനാ നീ നൊടിഞ്ഞ വർത്താനം പറയുന്നത്? പൊന്നാര മോനെ, ഇവിടെ കെട്ടന്നെ ഇടപാണ്ട് വക്കത്തിക്ക. ആദ്യം അതിനൊരു തീരുമാനമാക്കട്ടെ ഞങ്ങൾ. അക്കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കാനൊന്നുമില്ല. ഓളന്റെ കൂടെ വരും, ഞാൻ കൊണ്ടുപോവുകയും ചെയ്യും. പക്ഷെ ഇവർക്ക് ഫുഡിനകത്ത് മണ്ണെണ്ണ ചേർത്ത പന്നികൾക്ക് 10ന്റെ പൈസ കൊടുക്കരുത്. ഇനി തരണ്ട, വാങ്ങിക്കാനൊക്കെ അറിയാം. കാണണ എന്റെ വാപ്പടുത്ത് ദീനിയായിട്ടുള്ള ഒരാളും നിങ്ങളുടെ ഭാഗത്ത് നിൽക്കൂല. ഇവിടെ നിൽക്കാൻ പറ്റൂല. അതാണ് ന്യായം. അതുകൊണ്ട് മാഷ് എന്നെ മോളെ പറഞ്ഞ് മനസ്സിലാക്ക്. അതിപ്പോ ഞാനെന്ത്? ഒരു മിനിറ്റ്. ഹലോ. ഓ മോളുടെ ഏതോ ഫ്രണ്ടാ റിസപ്ഷൻ വരാൻ പറ്റില്ല എന്ന്. അതിപ്പോൾ ഞാൻ എന്ത് പറയാനോ ഉസ്താദേ? ഹലോ, ഞാൻ ഷാനു വന്ന് കൈരളി ഈവൻസ്. ഇപ്പൊ വന്നില്ലേ? ഇതെന്താ എന്നെ വിളിക്കുന്നേ? പൈസ കിട്ടിയിട്ടില്ല അല്ലേ? ലേശം എന്തെങ്കിലും ഡിസ്കൗണ്ട് എല്ലാം കൊടുക്കണേ. എൻ്റെ ഉപ്പാന്റെ പൈസ മുഴുവൻ പോയി കിടക്കാം. അത് പറയാനാണ് ഞാൻ വിളിച്ചത്. ഒരു പ്രാന്താന്ന്. നല്ല അടീന്റെ കുറവുണ്ട്. വിട്ടുകൊടുക്കറേ. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞാളെ വിളിച്ചാൽ മതി. ഈ നമ്പർ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേ. അപ്പൊ നിങ്ങള് വലിയ സംഭവം. തമാശാക്കണ്ട, നമ്മള് വെറും കാറ്ററിംഗാരല്ല, പാർട്ടിക്കാരാന്ന്. ഞാൻ LC മെമ്പറാ. LC മെമ്പർ എന്ന് പറഞ്ഞാ? നിങ്ങൾ തമാശാക്കുന്നാന്ന്, ഞാൻ സീരിയസ് ആയിട്ട് പറയുന്ന. ഹലോ, ഇങ്ങ് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടപ്പാ, പറയ്. ഒന്നുമില്ല, ഞാൻ വെറുതെ വിളിച്ച. ഈ തിരക്കില? തിരക്ക് ഇല്ലപ്പാ, വലിയ തിരക്കൊന്നുമില്ല. ഒരു വർക്കിന് പോകുന്ന. ഇന്ന് കാറ്ററിംഗ് ഉണ്ടാ? ഇല്ല, ഒരു ഇവന്റിന്റെ കൊട്ടേഷൻ കൊടുക്കാൻ പോകുന്ന. എന്നാ നീ വെച്ചോ. ഒരു നല്ല കാര്യത്തിന് പോകുന്നല്ലേ. ഓൾ ദി ബെസ്റ്റ്. സൂപ്പർ മോനെ. ഇതും ഇതും ഇനി കളിക്കണം. എനിക്കും ഉണ്ടാവില്ലേ നാളൊന്നാനൊക്കെ. തോട്ടാമ്പളപ്പിൽ അജിക്ക് നാണോ? ഇനി കളിക്കണോ? 8 പ്രാവശ്യം പൊട്ടിയാ പിന്നെ ഒന്നും നോക്കണ്ടെന്നാ. ഇനിയാണ് പോരാട്ടം തുടങ്ങുന്നേ ഉള്ളൂ മോനെ. ഈ കളിക്ക് ഓനോട് പൊട്ടിക്കണമെന്നോട് ചോദിച്ചു. ഒരിക്കൽ ഞാൻ ഒരെണ്ണം കൊടുത്തിന്. ഇനി ബെല്ലാണ്ട് ചൊറയാക്കിയ കാനത്തി കൊടുക്കേണ്ടി വരും. കൊടുക്കാന്ന് പറ. താനുണ്ടാക്കി നീ പോയാണോ സദാ? സാറുടെ നനഞ്ഞോ? ഇല്ലടാ, നിങ്ങളിരുന്ന് ബോറടിച്ചാ? ഏയ്, ഞങ്ങളിവിടെ കളിയിലല്ലേ. കളിച്ചിട്ട് ആരാ തോറ്റ്? ഇവൻ തന്നെ തോൽവികൾ ഏറ്റുവാങ്ങാൻ ഇവന്റെ ജീവിതം ഇനിയും ബാക്കിയാണല്ലോ. സാട്ടാ റെഡ് കൃത്യമായിട്ടിടും, ഫോളോവർ ഇടൂല. അതെന്താ ഫോളോവറോട് അത്ര പാടെ എനിക്ക്? എന്തിനാ അജയേ, ഇവിടെ ശ്രദ്ധിക്ക്. നമുക്കൊരു എയിം വേണം. ഇത് ഞാൻ ചാടിക്കും എന്നൊരു ഉറപ്പ്. എന്നാലേ അത് വരലുമ്പോ വരും. നോക്ക്. റെഡ് വീണേ. ഇനി ഫോളോവർ അല്ലേ വേണ്ട? നോക്കും. ഫോളോ. ഇനി
ഇനി ഫോളോവർ വേണം. ഫോളോ ഒന്നാക്കണ്ട, ഇനി ഫോളോവേഴ്സിന് വേണം എനിക്ക്. ഇനി വേണ്ട ഫോളോവേഴ്സ്. ഇന്നോട് ഞാൻ പറയാറില്ലേ കുറച്ചെങ്കിലും എയിം വേണം. എന്നാ നീ വാ. ഈ സെറ്റാ എന്നോട് കളിച്ചാൽ നിങ്ങൾ ഗുണം തന്നറിയും. ഒരു കരുത്തിനെ കളിച്ച് തോൽപ്പിച്ചു നിങ്ങൾക്ക് അഭിമാനിക്കാം. ഓ കരുത്തിനെ സ്ട്രൈക്കറും കാട്ടിയാ ആ കാണിച്ചു കളിക്കറോ. എടാ കണ്ണെത്തുന്നിടത്ത് കൈയും കൈയെത്തുന്നിടത്ത് സ്ട്രൈക്കറും. അതാണ് ടെക്നിക്ക്. നിനക്ക് എന്താ വേണ്ടത്? ഫോളോവേഴ്സ്. ഇനി വേണം ഫോളോവേഴ്സ്. കൊടി പിടിച്ചു തുടങ്ങി അല്ലേ? ഈ വരുന്ന ജൂൺ 19 നാഗേന്ദ്രന്റെ രക്തസാക്ഷി ദിനം. അന്ന് എനിക്ക് പകരം ഓൻ പോയില്ലായിരുന്നെങ്കിൽ എൻ്റെ രക്തസാക്ഷി ദിനം. ഇതുപോലെ മഴയുള്ളൊരു ദിവസം നമ്മൾ നാഗേന്ദ്രൻ്റെ ബോഡിയും കൊണ്ടുവരുന്നു. ഒന്നും പുറത്തുള്ള അവൻ്റെ പുരയിലേക്കുള്ള വെട്ടുവഴിയിലെ ചളിക്കുഴിയിൽ ആംബുലൻസിൻ്റെ ടയർ താങ്ങുപോയി. എന്തൊക്കെ കളിച്ചിട്ടും വണ്ടി കയറിയില്ല. പിന്നെ 1.5 കിലോമീറ്റർ ചുമന്നില്ലേ അമ്മ ഓൻ്റെ ബോഡി എന്ന് പറയാൻ കഴിയില്ല. ഒരു കൊത്തിപ്പൊളിച്ചത് ഡോക്ടർമാരും തുന്നിക്കൂട്ടി തന്ന 85 കിലോ ഇറച്ചീൻ്റെ എല്ലിൻ്റെ ഒരു കിറ്റ്. അതാണ് അമ്മ ചുമന്നത്. എന്താ സുഖല്ലോ ആ കനകനെ തീർക്കണ്ടേ? ഒരു കോടതിയിൽ ഹാജരാക്കിയ കള്ളപ്രതികൾ റിമാൻഡ് കാലാവധി കഴിഞ്ഞ് പുറത്തിറങ്ങി. യഥാർത്ഥ പ്രതിയായ കനകനെ നമുക്കൊന്ന് കാണാൻ കൂടി കിട്ടിയിട്ടില്ല. ആ കേസ് അടുത്ത കാലത്തൊന്നും വിധിയാവാനോ വിചാരണയ്ക്ക് എടുക്കാനോ പോകുന്നുമില്ല. നമ്മുടെ ഇവിടുത്തെ പോയി അത് തന്നെ. അതിനുശേഷം പന്നി ഫുള്ള് വാനിഷിങ് സാധാട്ടാ. നാട്ടിൽ കാലൂത്തിയാൽ നമുക്ക് വിവരം തരാൻ ആളുണ്ട്. അതെ, എന്നിട്ട് കിട്ടിയ വിവരം തരാൻ ആളുണ്ട്. ഓൻ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ഇവിടെ ഉണ്ടടാ മോഹിന്തികളെ. ഓനിപ്പോ എവിടെയുള്ളു? സദാട്ടം പറഞ്ഞാൽ മതി എന്താക്കണ്ട്. ഓനെവിടെയാ ഉള്ളതെന്ന് ചോദിച്ചാൽ അതെനിക്ക് പറഞ്ഞൂടാ. അറിഞ്ഞിട്ടെന്താ കാര്യം? ഓറ പാർട്ടി ഗ്രാമത്തിനുള്ളിലായിരിക്കൂലേ. പക്ഷെ വേണമെന്ന് വെച്ചാൽ ഇന്ന് രാത്രി നിങ്ങൾക്ക് ഓൻ ഒറ്റയ്ക്ക് കിട്ടും. ഒരു ഊഹല്ല ഉറപ്പാ. ഇപ്പം 3-4 ദിവസമായിട്ട് നല്ല മഴയിലുണ്ട്. മഴ പെയ്താൽ ഓൻ്റെ അടുത്ത് മാങ്ങോട്ട് പാടത്ത് ഏറ്റുമീൻ കയറും. അച്ഛൻ ചത്ത് കിടക്കുകയാണെങ്കിലും ഏറ്റുമീൻ കയറിയാൽ ഒറ്റാല് വെക്കാൻ ഓൻ ഇറങ്ങാണ്ടിരിക്കില്ല. ഒന്ന് നോക്കറോ. ഞാൻ ഓക്കെ ആണ്. നിങ്ങൾ റെഡിയാണോ? പണി നമുക്ക് കൊടുക്കാപ്പാ. പക്ഷെ സായിട്ട് ഞാൻ ഒരു കാര്യം പറ്റേ, ഒന്ന് തോന്നലേ ഓനെ തീർക്കണം. കയ്യോ കാലോ കുത്തി വീട്ടിൽ കിടത്തിയാ പോലും മതിയാ. മതിയെന്നാന്ന് നിങ്ങൾക്ക് തോന്നുന്നു വെച്ചാൽ അങ്ങനെ കൈയും കാലും മതിയപ്പം. നമ്മൾ പേടിച്ചൊതുങ്ങിയെന്നവർക്ക് തോന്നരുത്. എനിക്കത്രയേ ഉള്ളൂ. അച്ഛാ ഫോൺ ഫിലിം ഇങ്ങോട്ടോ. അച്ഛാ ഫോൺ ചെയ്തോട്ടെ.
ഉറക്കം വരുന്നുണ്ടോ? ഓന്റെ കാര്യത്തിൽ എന്താ ആക്കുന്ന സദാനന്ദ? അങ്ങനെ ഇപ്പൊ കൊത്തി തീർക്കാനാണെങ്കിൽ നമ്മള് കൊറേ വയ്യെന്ന് തുടങ്ങണ്ടേ കേപ്പിയേ? തുടങ്ങണ്ടെങ്കിൽ ആടെ തന്നെ തുടങ്ങണം. ആ ചക്കന്മാര് കൊട്ടേഷൻ പണിക്കാരല്ല. കൊട്ടേഷനാ? ഇത് നമ്മൾ ചെറുത്തേൽപ്പല്ലേ? ഇതൊന്നും എനിക്ക് തിരിയാത്ത കാര്യങ്ങളല്ല. നിങ്ങൾ വെച്ചോ, ഞാനൊന്ന് ആലോചിക്കട്ടെ. സദാ പറയ്. നീ ഇങ്ങോട്ട് വാ. എന്താ സദാ? നീ ഇങ്ങോട്ട് വാ. നാഗേന്ദ്രന്റെ കുഞ്ഞികളെ കരച്ചില് ഒന്നും മനസ്സൊന്നും മാഞ്ഞിട്ടില്ല. ഓന്റെ പെണ്ണിന്റെ കുടുംബത്തിലുള്ള ഒരു കത്തീമ തീരുന്നതിന്റെ ദണ്ണം ഓർക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവൂല. പക്ഷെ എനക്കത് മനസ്സിലാവും. ഈ അനുഭവിച്ചോന. എന്താ വേണ്ടെന്ന് സദേട്ടൻ പറഞ്ഞാൽ മാത്രം മതി. അത് പിന്നെ ഷാനോ, കൈയും കാലും എടുക്കുന്നതിൽ എളുപ്പമല്ലടാ തീർക്കുന്നത്. ശരിയല്ലേ? എന്നാ തീർത്തോളാം. അമ്മ അങ്ങ് പോണം. ആ കേക്ക് അറ്റത്താവും ഒറ്റാൽ വെച്ചിട്ടുള്ളത്. കിട്ടിയ വിവരം കറക്റ്റാണോ? അതൊക്കെ കറക്റ്റാ. നമ്മുടെ വാനമ്പാടി ഷിബു ഒറ്റില് വഞ്ചന കാട്ടൂല. എന്തെന്നാ സീനറിയില്ലേ? നമ്മൾ ടൂർ പോകുന്നതല്ല, ഒരു തന്നെ തല്ലാൻ പോകുന്ന. തല്ലാനല്ലേ, കൊല്ലാനൊന്നല്ലോ. ചേലക്കാട്ടെ വാട. ആ പന്നി അവിടെ ഉണ്ടായാൽ മതി.
പൊന്നാട്ടപ്പോ സ്കൂൾ മുടക്കില്ലേ? ആസ്പത്രിയിൽ ഇപ്പൊ നീ എന്തിനാ? ഓരോ അടിയന്തര ചികിത്സ ഒന്നുമല്ല നടക്കാൻ പോകുന്നേ, പോസ്റ്റ്മോർട്ടം അല്ലേ? നീ അവന്റെ പെറുക്ക് വിട്. ഗോപാൽജി കേറ്, ആടെ വരുന്ന് പോവാം. സ്കൂളിലെ ഓടാ ഓടാ. ഓളോടെ ഓള് മുകളിലുണ്ട്. യൂസുഫ് ഇരിക്കേ. ഓള് മുകളിലല്ലേ, പിന്നെ ഞാൻ എന്തിനാ ഇവിടെ ഇരിക്കുന്നത്? അല്ലാണ്ടുമ്മ സൈക്കോ. വാതിലോർക്കാൻ നിന്റെ മാപ്പിളയാണ് പറയണത്. ഏത് വകുപ്പില്? എന്റെ നിക്കാഹും മഹറും നിലനിൽക്കുന്നോടും കാലം ഞാൻ തന്നെയാണ് എന്റെ മാപ്പിള. നിക്കാഹ് ഉറപ്പിച്ച വാപ്പയായിട്ടല്ലേ? മഹറും വാപ്പാന്റെ ലോക്കറിലുണ്ട്, ആടെ പോയി ചോദിക്കും. അന്റെ ഈ ന്യായം പറച്ചിലൊന്നും ഒരു കോടതിയിൽ നിൽക്കൂല, ഒരു മഹലിൽ നിൽക്കൂല. എടാ ബാപ്പാനോട് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. ഈ ഒന്ന് മോള് പോയിട്ട് നോക്കിയാ? ആരും പോണ്ട, ഓക്കും കുറച്ചൊക്കെ ഒതുങ്ങ. അന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. ദാ അജ്മലേ, നീ ഊനെടുത്തു. കൊല്ലും ഞാൻ. തുറക്കടി. എടി ആരടി ഫോണില്? ആരാ ഫോണില്? നിന്റെ വാപ്പ. അനക്കെന്താ ചെവിയിട്ടൂടെ? ആരാന്ന്? അനക്ക് ചെവിയിട്ടൂടെ? എന്റെ വാപ്പാന്ന്. നീ വാപ്പാക്ക് വിളിക്കുന്ന റോഡ് മരാണോ വണ്ടി ഒന്ന് മാറ്റി കൊടുക്കോ? റോഡ് ബ്ലോക്കാ. ഏത് നായാണ്ടാ ഇത് വണ്ടി ഇട്ടിട്ട് ബ്ലോക്ക് ആക്കിട്ട്? ആരാത്? ഈ പുള്ളിയായിട്ട് റോഡിലിട്ട് കത്തിക്കും. ആർക്കാണ് ഇത്ര കേട്? നിങ്ങളെന്താ മരണം അറിയിക്കാൻ പോകുന്നത്? പന്നി തോന്നിയ കാണിച്ച് നടക്കുന്നതാണ്. എന്താടാ? വേണ്ട സുഹൃത്തെ, ആ വണ്ടി എടുത്ത് മാറ്റ്. ഞങ്ങളൊരു മരണം അറിയിക്കാൻ പോകുന്നു തന്നെയാ. ഞങ്ങളുടെ ഒരു സഹോദരൻ മരിച്ചു. മരിച്ചതല്ല, കൊന്നതാ. ഇനി ഞാൻ കൂടുതൽ പറയണ്ടല്ലോ. ആ വണ്ടി എടുത്ത് മാറ്റ്. എടുത്ത് മാറ്റണ മുത്തി വിളിച്ചാ വേണ്ടവന്റെ കേരപ്പത്ര കാണിച്ച് ഇളക്കുന്നു. രമേശ എടുക്ക്. അങ്ങനെ ആദ്യമായിട്ട് ഞാൻ ഒരുത്തന്റെ വാപ്പാക്ക് വിളിച്ചു. ഗ്രേറ്റ്. ഇവനിതെവിടേക്ക് ഇടയ്ക്കിടയ്ക്ക് മുങ്ങുന്നത്? അത് തീരൂട്ടാ. എങ്കിൽ നീ വെച്ചോ, ഒരു 100 ചുവപ്പൻ വിപ്ലവവും മകൾ. അതൊരു കേറ്ററിംഗിന്റെ ഓർഡർ ചെയ്യുന്നു, പറ്റില്ലെന്ന് പറഞ്ഞു. ചക്ക എങ്ങനെയുണ്ട് സാധാട്ടാ? ചാക്ക അസലിയൊക്കെയാ. നിങ്ങൾ അകത്തേക്ക് വെച്ചോളി. ഇത് കണ്ണിന്റെ മുന്നേ കണ്ട ഇങ്ങനെ തിന്നു. ഒന്നുകൂടെ എടുക്ക. അയ്യോ വേണ്ടപ്പാ, ഗ്യാസാ. നിങ്ങൾ കൊണ്ടിക്കോളി. വേണാടാ. എങ്ങനെ